എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ പ്രതീക്ഷിക്കുന്നത് ജൂലൈ 5-ാം തീയതി മുതലാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആയിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയുള്ള, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. MRS ലിങ്ക് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ സ്പോർട്സ് കോട്ടയിലോ അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഉറപ്പായിട്ടും പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചില സമയങ്ങളിൽ മാത്രമേ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം തരുമോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സർക്കുലർ വരുന്നത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അതുപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഓപ്ഷൻ വെക്കാമെന്ന് പറയാം. നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ, അതായത് എന്ന സ്കൂളിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസിനാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ വെക്കാമെന്ന് ചോദിച്ചാൽ എന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സിലേക്ക് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു എന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ബയോളജി സയൻസിലേക്ക് വെക്കാം. അതുപോലെ തന്നെ എന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ എന്ന സ്കൂളിൽ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു കൊമേഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സ് ആ ഒരു സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ടേക്ക് വേണമെങ്കിലും എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. എന്നാൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അതായത് എന്താണ് എന്ന് പറയാം. അതായത് വിദ്യാർത്ഥികൾക്ക് എനിക്കിപ്പോൾ എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യം എന്ന സ്കൂളിൽ ബയോളജി സയൻസ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന സ്കൂളിൽ ഞാൻ ആദ്യം തന്നെ ഒരു ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതിനുശേഷം പിന്നീട് എന്ന സ്കൂളിൽ ആ ഒരു ഹ്യൂമാനിറ്റീസിൽ നിന്നും, അതായത് ഇപ്പോൾ തന്നെ ഓപ്ഷൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അതായത് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ ഈ ഒരു രീതിയിൽ വെക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് ആ ഒരു സ്കൂളിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാലും മതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന സ്കൂളിൽ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് കൂടി രണ്ടാമത്തെ ഓപ്ഷൻ വെക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ എനിക്ക് ബി എന്നൊരു സ്കൂളിലേക്ക് കൂടി വെക്കണമെന്ന് വിചാരിക്കുക. ബി എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. ഈ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള എത്ര സ്കൂളിലേക്കും ഏത് കോഴ്സിലേക്കും ഓപ്ഷൻ വെക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ മാറുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രം നിങ്ങൾ വെക്കുക. അപ്പോൾ ഇത് നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വേണ്ട, എനിക്ക് ആദ്യം കിട്ടിയ സീറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് ഇപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചു, നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് കിട്ടി, അത് ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്ന് ഞാൻ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇവിടെ അനുവദിക്കുന്ന സമയത്ത് ആദ്യം കിട്ടിയ ഈ ഒരു സീറ്റ് ഇവിടെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അവിടെ ആ ഒരു വേക്കൻസി, ഒരു എക്സ്ട്രാ വേക്കൻസി വരികയും വേറൊരു വിദ്യാർത്ഥി ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റിലേക്ക് അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ സീറ്റ് നിങ്ങൾക്ക് പോയി, അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഇവിടെയുള്ള ആ ഒരു സെയിം സ്കൂളിൽ തന്നെ ബയോളജി സീറ്റിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ട് അങ്ങോട്ടേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിലും സംഭവിക്കുക. അതായത് എന്ന സ്കൂളിൽ നിന്നും ഇപ്പോൾ ബി എന്ന സ്കൂളിലെ ബയോളജി സയൻസിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ഒക്കെ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകും. പിന്നീട് ഇവിടെ നിങ്ങളുടെ അഡ്മിഷൻ ഇല്ല, അവിടെ ഒരു
വേക്കൻസി വരികയും മറ്റൊരു വിദ്യാർത്ഥിക്ക് അങ്ങോട്ടേക്ക് അവിടെ അലോട്ട്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതായത് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതേസമയം നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ഒരു സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് അപേക്ഷിച്ചിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണോ നിങ്ങൾ നേടിയിട്ടുള്ളത് ആ ഒരു സീറ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുക. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സീറ്റിൽ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്, അത് പോകുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെ ഓപ്ഷൻ വെക്കാം എന്നുള്ള കാര്യം പറയാം. നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു സ്കൂളിൽ തന്നെ പല കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ ഒരു കോഴ്സിൽ നിന്ന് തന്നെ മറ്റു സ്കൂളുകളിലെ പല കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. അപ്പോൾ ഈ എന്താണ് കാര്യം ഇനി അടുത്തത് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ആ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, എനിക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എന്ന സ്കൂളിൽ ബയോളജി സയൻസിലേക്ക് മാത്രം ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിവിടെ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ഇവിടേക്ക് മാറാം. അഥവാ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ സീറ്റ് തന്നെ അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ചേഞ്ച് ആവും, അത് സ്കൂൾ ചേഞ്ച് ആവും എന്നാൽ കോഴ്സ് മാറുന്നില്ല. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഹ്യൂമാനിറ്റീസ് അല്ല, എനിക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ബയോളജി സയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ എനിക്ക് ആ ഒരു എന്ന സ്കൂൾ എനിക്ക് വേണ്ട. അപ്പോൾ ബി എന്ന സ്കൂളാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ബി എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് സ്കൂൾ മാത്രം മാറാൻ ഓപ്ഷൻ വെക്കാം, അത് കോഴ്സ് മാറുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് സ്കൂളും മാറണം കോഴ്സും മാറണം, രണ്ടും മാറണം. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അതായത് ഇപ്പോൾ എ എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, എന്നാൽ എനിക്ക് ബി എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്കൂള് മാറുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഹ്യൂമാനിറ്റീസ് അതായത് കൊമേഴ്സിലേക്കാണ് മാറ്റം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതായത് സ്കൂളും മാറുന്നു കോഴ്സും മാറുന്നു, ഈ രീതിയിൽ ഓപ്ഷൻ വെക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് വെക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എനിക്ക് എ എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എ എന്ന സ്കൂളിൽ നിന്നും എ എന്ന സ്കൂളിലെ തന്നെ ആ ഒരു കൊമേഴ്സിലേക്ക് ആദ്യം ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബയോളജി സയൻസ് ആണ് ആഗ്രഹമുള്ളതുകൊണ്ട് ബയോളജി സയൻസ് കൊടുക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് എ എന്ന സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് എ എന്ന സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എനിക്ക് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ നിലവിൽ അഡ്മിഷൻ നേടിയ ആ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സുകളിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു എ എന്ന സ്കൂളിൽ നിന്ന് തന്നെ എനിക്ക് മറ്റൊരു സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് പഠിക്കണം എന്നുള്ളതുകൊണ്ട് മറ്റൊരു സ്കൂളിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലെ വേറൊരു കോഴ്സിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതുപോലെ മറ്റൊരു സ്കൂളിലെ സെയിം കോഴ്സിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. ഈ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ടേക്ക് വേണമെങ്കിലും എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. എന്നാൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ പല ഓപ്ഷനുകൾ കൊടുക്കാവൂ. ഇപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യം എ എന്ന സ്കൂളിൽ, അതായത് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, എനിക്കിപ്പോൾ എ എന്ന സ്കൂളിൽ ബയോളജി സയൻസ് മാത്രമേ പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂവെങ്കിൽ ഞാൻ എ എന്ന സ്കൂളിൽ ബയോളജി സയൻസ് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അല്ലാതെ എ എന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒരു കൊമേഴ്സിലേക്കോ അതല്ലെങ്കിൽ എ എന്ന സ്കൂളിൽ നിന്ന് ഞാൻ നേരെ ബി എന്ന സ്കൂളിൽ പോയിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് കൊണ്ടുപോയിട്ട് ഓപ്ഷൻ വെക്കരുത്. അതായത് എങ്ങോട്ടേക്കാണോ എനിക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത്, ഏത് കോഴ്സിലേക്കാണോ ഞാൻ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രമേ ഓപ്ഷൻസ് വെക്കാവൂ. ഓരോ ഓപ്ഷൻ ആണെങ്കിൽ ഓരോ ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഇതിൻ്റെ വേക്കൻസി എങ്ങനെയാണ് അറിയുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് വെബ്സൈറ്റിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ തിരുവനന്തപുരം ആണ് ഞാൻ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സ്കൂളിലെയും വേക്കൻസി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ചിലപ്പോൾ ചിലപ്പോഴല്ല ഇത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി സെപ്പറേറ്റ് ആയിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി വരുന്ന സമയത്ത് ചില വേക്കൻസിയിൽ നിങ്ങൾക്ക് 0 വേക്കൻസി ഒക്കെ കാണാം. ഇവിടെ 1 എന്നുള്ളതൊക്കെ ചിലപ്പോൾ 0 എന്നായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 0 വേക്കൻസിയുള്ള സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എ എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും എ എന്ന സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് മാറുന്നു എന്ന് വിചാരിക്കാം.
അപ്പോൾ ആദ്യം ഒരു വിദ്യാർത്ഥി എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്ക് അപേക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ 0 വേക്കൻസി ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിവിടെ ഈ രീതിയിൽ ഞാൻ ട്രാൻസ്ഫർ വെച്ച സമയത്ത് എനിക്കിവിടെ ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി, അതായത് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എൻ്റെ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോവുകയും ഇവിടുത്തെ വേക്കൻസി 0 എന്നുള്ളത് മാറിയിട്ട് 1 എന്നുള്ള രീതിയിൽ മാറുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി ആ ഒരു സീറ്റിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ ഒരു വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റിലേക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ 0 വേക്കൻസിയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ ട്രാൻസ്ഫറിന് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ട്രാൻസ്ഫറിനായിട്ട് ഈ ഒരു ഓപ്ഷൻ, അതായത് അപേക്ഷ കൊടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഇവിടെ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത് നിലവിൽ വെബ്സൈറ്റിൽ അത് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്താണ് വരികയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ആകെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് പറ്റുക, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ ലോഗിൻ, അതായത് SWSO അല്ലെങ്കിൽ MRSO സ്പോർട്സോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കാരണം ഈ ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് ഒറ്റ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സീറ്റിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, നിങ്ങൾക്കിപ്പോൾ സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്, ആപ്ലിക്കേഷൻ നമ്പറാണ്, അതുപോലെ പാസ്വേഡും ജില്ലയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ SWS ലിങ്ക് മുഖേനയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവിടെ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത്, അത് ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഭാഗത്ത് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ, അതായത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. കാരണം നിങ്ങൾ തന്നെയാണോ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റിയാണ് ആ ഒരു നിങ്ങളോട് OTP ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെൻഡ് OTP ബട്ടൺ, പച്ച ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ അടുത്ത പേജിൽ OTP നൽകാനുള്ള ആ ഒരു ഭാഗമുണ്ടാകും. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് സബ്മിറ്റ് ചെയ്യുക. പിന്നീടാണ് ഈ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നീട് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യുന്നത്, അവിടെ ചില സമയത്ത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ അതായത് സ്കൂളിൻ്റെ ആ ഒരു സ്കൂൾ കോഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ചോദിക്കും. അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകും, അതല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യാണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അതായത് അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്കുള്ള, അതായത് ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതായത് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ്ലൈൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ കോഡ് കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ആഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സാധാരണത്തിൽ ഇവിടെ ഓപ്ഷൻ്റെ സ്ഥാനം ലാസ്റ്റ് എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് ഏതെങ്കിലും ഓപ്ഷൻ്റെ സ്ഥാനം, ഏതെങ്കിലും ഓപ്ഷൻ്റെ നടുക്കൊക്കെ ആക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിലുള്ള കോഴ്സ് ഏതൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും, ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഇവിടെ സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോഴ്സ് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഒക്കെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ, അതുപോലെ ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീരിയൽ നമ്പർ, അതുപോലെ സ്കൂൾ കോഡ്, കോഴ്സ് കോമ്പിനേഷൻ എന്നിവ കാണാൻ പറ്റും. ഇവിടെ 1, 2, 3 ഇതിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂൾ മാറിപ്പോയിട്ടില്ല, കോഴ്സ് മാറിപ്പോയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ സ്കൂൾ കൊടുക്കുന്ന സമയത്ത് വളരെ ദൂരെയുള്ള ഏതെങ്കിലും സ്കൂളൊക്കെ അറിയാതെ കൊടുത്തു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് കുറേ തവണ പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. കാരണം ബയോളജി സയൻസ് ആണെങ്കിൽ കോഴ്സ് കോഡ് 1 ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5 ആണ് കോഴ്സ് കോഡ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ 11 വരുന്നുണ്ട്, വേറെ കുറേ കോഡ് വരുന്നുണ്ട്. അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ 37 വരുന്നുണ്ട്, 36 വരുന്നുണ്ട്, 39 വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊമേഴ്സിൻ്റെ കോഡാണ്. അതുപോലെ 38 വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കൊമേഴ്സിൻ്റെ കോഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിൻ്റെ കോഡ് മാറിപ്പോയിട്ടില്ല, അതുപോലെ കോമ്പിനേഷൻ മാറിപ്പോയിട്ടില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് മാറാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നൽകിയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും കറക്റ്റാണ്. സ്കൂൾ മാറിപ്പോയിട്ടില്ല, അതുപോലെ കോഴ്സ് മാറിപ്പോയിട്ടില്ല എന്നുള്ളത് ഒരു 2-3 പ്രാവശ്യം പരിശോധിക്കുക.
അപ്പോൾ പരിശോധിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ താഴായിട്ട് സേവ് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഓപ്ഷനാണ്. ഡിക്ലറേഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ചെക്ക് ബോക്സ് പോലത്തെ ഒരു ബോക്സ് ആണ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചതുരത്തിലുള്ള ബോക്സ് ആണ്. അതിൽ നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അതത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരു അടിയിലുള്ള ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അതായത് അതുവരെ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്നത് ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൺഫേം ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ എന്തെങ്കിലും എഡിറ്റോ ഏതെങ്കിലും സ്കൂൾ കോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള സ്കൂളോ കോഴ്സോ തെറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്ത് ഒരു തെറ്റുമില്ല, പുതിയത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും കോഴ്സിലേക്കും മാത്രമാണ് ട്രാൻസ്ഫർ ആയിട്ട് ഓപ്ഷൻ വെച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണ് കാണുന്നതെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ, ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതിനുശേഷം അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ സെയിം സ്കൂളിൽ തന്നെയാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഏതെന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ നിന്ന് ഏതെന്ന സ്കൂളിലെ തന്നെ ബയോളജി സയൻസിലേക്കാണ്. ആ സ്കൂൾ മാറുന്നില്ല, കോഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. അതായത് ഇവിടെ കോഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. ആദ്യം ഹ്യൂമാനിറ്റീസ് പിന്നീട് ബയോളജി സയൻസിലേക്ക്. അപ്പോൾ എനിക്കിവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ, അതായത് എവിടേക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അത് പോകുന്നതല്ല, ഇവിടെ ആയിരിക്കും എൻ്റെ അഡ്മിഷൻ ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സീറ്റ് പോകും. അപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്ന് ബയോളജി സയൻസിലേക്ക്, അതായത് ഈ ഒരു കുറേ കോഴ്സുകളുടെ വ്യത്യാസത്തിൽ കിട്ടിയതായതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു ഹ്യൂമാനിറ്റീസിന് ശേഷം പിന്നീട് കൊമേഴ്സ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ അതിനുശേഷമാണ് ബയോളജി സയൻസ് വരുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ട് ബയോളജി സയൻസിൽ കിട്ടുന്നതുകൊണ്ട് ഏകദേശം ഒരു 200-300 രൂപ എക്സ്ട്രാ ഫീസായിട്ട് അഡ്മിഷൻ ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിലവിലെ സ്കൂളിൽ നിന്നും ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇപ്പോൾ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ നിലവിലെ സീറ്റിൽ അഡ്മിഷൻ അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് എവിടെയാണോ കിട്ടിയിട്ടുള്ളത്, ഏത് സ്കൂളിലേക്കാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നതും പിന്നീട് പുതുതായിട്ട് കിട്ടിയ സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി വേണമെങ്കിൽ മാത്രം അപേക്ഷിക്കുക. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റുന്നില്ല. ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ പുതിയ സീറ്റിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.